to Susia Creations. ഹലോ, അപ്പോൾ ദേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂരത്തിൻ്റെ പന്തലാണ് കേട്ടോ. അപ്പോൾ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങളുടെ യാത്രയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ എക്സാമൊക്കെ കഴിയണതിന് മുന്നേ എൻ്റെ വീട്ടുകാർ ഭയങ്കര മോഹന വാഗ്ദാനങ്ങളൊക്കെയാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെക്കേഷൻ തുടങ്ങിയപ്പോൾ ഇവറ്റങ്ങളതൊന്നും പാലിച്ച് തന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ദേ ഞാൻ വാശി പിടിച്ചിട്ടാണ് ഇവരെന്നെ നെസ്റ്റോയിലേക്ക് ഇന്ന് കൊണ്ടുപോകണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നെസ്റ്റോയിൽ പോണത്. അപ്പോൾ ദേ പപ്പ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. അപ്പം അങ്ങനെ ദേ ഞങ്ങൾ നെസ്റ്റോയിൽ എത്തി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലാണ് കേട്ടോ. അമ്മ അവിടെ വീഡിയോ പിടിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറി ചെന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റാണ് കണ്ടത്. അപ്പോൾ ദേ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ എൻ്റെ ബാഗൊന്നും അവർ സമ്മതിച്ചില്ല. അപ്പോൾ എനിക്കത് അവിടെ കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹൈപ്പറിലേക്ക് കയറിയത്. അപ്പോൾ ദേ ഇവിടെ കുറേ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് സെറ്റ് ആവാത്തതുകൊണ്ട് ഞങ്ങൾ ദേ ഈ ബൗണ്ടിയിൽ ഒതുക്കിയേ. പിന്നെ ദേ ഇവിടെ ഇങ്ങനെ നിറച്ച് ലോലിപോപ്സ് ഇങ്ങനെ വെച്ചോണമുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിനകത്ത് വാട്ടർമെലൻ്റെ ഷേപ്പുള്ള ഒരു ചോക്ലേറ്റ് എടുത്തു കേട്ടോ. അത് ഞാൻ വീട്ടിൽ വന്ന് കഴിച്ചു നോക്കിയപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ദേ ഇതൊക്കെയാണ് ഞങ്ങൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ. ബിസ്ക്കറ്റിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇത് ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ് പോപ്കോൺ. അപ്പോൾ ഞങ്ങൾ ദേ 2 ഫ്ലേവേഴ്സ് എടുത്തു. ഇവിടെ മിക്സ്ഡ് നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേ ഈ ഒരു കടല പെപ്പർ ഉള്ളത് ഞങ്ങൾ കണ്ടു. അത് ഞങ്ങൾ വാങ്ങിച്ചു. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര പറ്റിയില്ല. പിന്നെ ദേ ഇവിടെ കുറേ ധാന്യങ്ങൾ ഇന്ന് നല്ല സെറ്റാക്കി അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത സെക്ഷനിൽ നിറച്ചിങ്ങനെ നെയ്യുകളായിരുന്നു കേട്ടോ. ഇരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മുടെ പലതരം മീനുകളാണ്. സാധാരണ ഏത് ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും അവിടെ ചെല്ലുമ്പോൾ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മണേ തോന്നിച്ചില്ല. അതുകൊണ്ട് ഞാൻ വളരെ ലാവിഷായിട്ട് നടന്ന് വീഡിയോ ഒക്കെ എടുത്തു. നല്ല വലിയ വലിയ മീനുകളൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല, വെറുതെ ജസ്റ്റ് കണ്ടു എന്ന് മാത്രം. പിന്നെ ഇതേ അടുത്ത് നമ്മുടെ സീക്കുട്ടിയുടെ ഐറ്റംസാണ്. പാസ്ത, ഈ സാധനങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മുടെ സീക്കുട്ടി എന്തൊക്കെയോ വാങ്ങണ കണ്ടു. പിന്നെ ഇത് ചിക്കൻ നഗറ്റ്സ് ആണോടി? അതെ അമ്മ. പിന്നെ ഇത് പലതരത്തിലുള്ള ഡേറ്റ്സ് കേട്ടോ. ഡേറ്റ്സ് വാങ്ങണം എന്ന് വെച്ചിട്ടാണ് അവരോട് അനുവാദം ചോദിച്ച് ടേസ്റ്റ് ചെയ്തത്. പക്ഷെ അത്ര ടേസ്റ്റ് തോന്നിച്ചില്ല. അപ്പോൾ അതും അവിടെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഫ്രൂട്ട്സ് നമ്മൾ കുറച്ച് വാങ്ങി. നല്ല അടിപൊളി എന്താ പറയുക, ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തു കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, അപ്പോൾ നമുക്ക് ജ്യൂസ് വളരെ ആവശ്യമാണ്. അപ്പോൾ അവക്കാഡോ ഷേക്ക് അടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് അത്രയ്ക്ക് മൂത്തതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല. അടുത്തത് ദേ ഈ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ സ്റ്റക്കായി പോയി. കേക്കൊന്നും കണ്ടപ്പോൾ എനിക്ക് വാങ്ങണമെന്ന് തോന്നിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ക്രേസ് ഒന്നും തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ പാക്കറ്റിൽ നമ്മൾ കാണാത്ത കുറേ ഐറ്റംസ് വളരെ അട്രാക്റ്റീവായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. നമ്മളങ്ങനെ സാധാരണ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ 1-2 വെച്ച് വാങ്ങിയിട്ടോ, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ പിന്നീട് ഇടാം. ഇതൊക്കെ എന്തോ നോർത്തിലത്തെ ഡിഷൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ അടുത്തത് ഇത് നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് പിസ്ത സീകുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പിസ്തയും പിന്നെ വേറെ എന്തോ ഒരു ഐറ്റം വാങ്ങിച്ചു കേട്ടോ. അടുത്തത് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഞാൻ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നപ്പോൾ സിയ എന്നെ ഓടിച്ച് കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇഷ്ടത്തി ഇവിടെ വന്നതോടുകൂടിയിട്ട് സ്റ്റക്കായി. നമ്മൾ പറയില്ലേ, ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന്. ഇവിടെ കണ്ടോടുകൂടിയിട്ടുണ്ടല്ലോ ആളിവിടെ ഫ്ലാറ്റായി നിപ്പായി. ആൾക്ക് ആകെ കൺഫ്യൂഷനായി ഏതാണ് വാങ്ങി കഴിക്കേണ്ടത് എന്നുള്ളത്. അവിടെ നമുക്ക് ചൂടൊക്കെ ആക്കി കിട്ടുന്നുണ്ട്. മീനിൻ്റെയും അതുപോലെ തന്നെ ഇറച്ചിയുടെയൊക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കണം. അപ്പോൾ നമ്മുടെ സീക്കുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ മധുരമുള്ള ജിലേബി, ലഡു, അങ്ങനത്തെ രസഗുള, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അവിടെ കാണാനായിട്ട് പറ്റി. പിന്നെ അതുപോലെ തന്നെ കുറേ തരം പിക്കിൾസ് കേട്ടോ. നമ്മുടെ ലുലുവിലൊക്കെ വെച്ചേക്കണ പോലെ തന്നെ അതേപോലെ തന്നെയാണ് അറേഞ്ച്മെൻറ്റൊക്കെ. വളരെ അട്രാക്റ്റീവായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാലോ, ഉപ്പിലിട്ട ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു താല്പര്യം തോന്നും, വായിലൂടെ കപ്പലോടും. ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന സമയമാണ്, ഇഷ്ടം പോലെ പറമ്പിലുള്ളതാണ്. പക്ഷേ അങ്ങനത്തെ ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു താല്പര്യമുണ്ട്. ഇനി അടുത്തത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ കൗണ്ടറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ വളരുന്ന സാധനങ്ങളുണ്ടല്ലോ,
ട്യൂബേഴ്സ് അതൊക്കെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കുഞ്ഞൊരു ചേന വാങ്ങിച്ചു. പഴത്തിനും പച്ചക്കറികൾക്കൊക്കെ നമ്മുടെ നിയർ ബൈ ഷോപ്സിനേക്കാളും വില കൂടുതലാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ ചേനയും പിന്നെ കുറച്ച് മത്തങ്ങയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് നമ്മുടെ കടച്ചക്കയൊക്കെയാണ്. കടച്ചക്കയൊക്കെ കിലോ 120 ആണ്. നമ്മുടെ ഇവിടെ അത്രയില്ലേ. പിന്നെ ലീഫി വെജിറ്റബിൾസ് ഒരുപാടുണ്ട്. പിന്നെ എന്താ പറയുക, മാമ്പഴത്തിൻ്റെ ഒരുപാട് വെറൈറ്റി മാമ്പഴങ്ങളുടെ കളക്ഷൻ ഉണ്ട്. ഇനി ചെടികൾ വേണ്ടവർക്ക് അതും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിച്ചത്. നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലതിൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടുത്തെ പൈസയൊക്കെ അടച്ചു. ഇനി നമ്മൾ ഇത് അങ്ങനെ തന്നെ സീക്കുട്ടിയും പപ്പിയും കൂടിയിട്ട് കാറിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കൈ ഫ്രീ ആക്കിയിട്ട് നമുക്കിനി അടുത്ത ഫ്ലോറിലോട്ട് പോവാമെന്ന് വെച്ചു കേട്ടോ. അടുത്ത ഫ്ലോറിൽ ഇലക്ട്രോണിക്സ് സെക്ഷനാണ്. പിന്നെ അതിൽ കയറി ചെല്ലുന്ന ഭാഗത്ത് കുറച്ച് ഫേഷ്യൽ ഐറ്റംസൊക്കെ കണ്ടു. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ല, ജസ്റ്റ് വെറുതെ ആ ഷോറൂമിൽ കൂടെ ഒന്ന് പാസ് ചെയ്തെന്ന് മാത്രം. പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് ചിലവ് ചെയ്തത് ഫ്രിഡ്ജിൻ്റെ അവിടെയാണ്. ഫ്രിഡ്ജുകൾ ചെറുതായിട്ടൊന്ന് നോക്കിയെന്ന് മാത്രം. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്കിപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ കണ്ടത് എനിക്കിഷ്ടമുള്ള ഏരിയ ആയിരുന്നു. എനിക്ക് മാത്രമല്ല, ഏത് സ്ത്രീജനം വന്നാലും അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇങ്ങനെ കുറേ കാണാത്ത കുറേ പാത്രങ്ങളൊക്കെ കണ്ടു. അതൊക്കെ ഇങ്ങനെ ഉയർത്തിയും പൊക്കിയും താത്തിയൊക്കെ നോക്കിയിട്ടോ. പിന്നെ അതേ കുറേ ടെഡ്ഡി ബെയർ, പിന്നെ അതേ ഫ്ലവർ വേസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു തൊട്ട് പിറ്റേ ദിവസം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഗിഫ്റ്റ് ചെയ്തു. ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റു ഷോപ്സിനേക്കാളൊക്കെ ലാഭമാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചതാണിത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മളിത് പേയ്മെൻറ്റ് ചെയ്തു. പിന്നെ അത് അവിടെ തന്നെ നമുക്കത് പാക്ക് ചെയ്തു കേട്ടോ. അവരുടെ പാക്കിങ് ഒരു പ്രത്യേകതയുണ്ട്, കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പാക്കിങ് ഒരു പ്രത്യേക രീതിയിൽ ആണ് അതിങ്ങനെ ചുറ്റി പാക്ക് ചെയ്ത് തരിക ചെയ്തത്. അപ്പോൾ അതും കൈ പിടിച്ചുകൊണ്ട് നമ്മളിത് ഉടനടി നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് യാത്രയായിട്ടോ. അടുത്ത സെക്ഷൻ ഡ്രസ്സിൻ്റേതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് എന്താ പറയുക കണ്ണോടിച്ച് നോക്കി. അപ്പോഴാണ് കണ്ണിൽ ഇതേ പെട്ടു നമ്മുടെ ചെറിയ ബാഗുകൾ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ വിലയൊക്കെ നോക്കി ഞാൻ അവിടെ തന്നെ വെച്ചു. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട മാല, വള, കമ്മലൊക്കെ കണ്ണിൽ പെട്ടത്. പിന്നെ പെണ്ണുങ്ങളല്ലേ, അവിടെ സ്റ്റക്കായി ഞാൻ നിന്നു. അപ്പോൾ അതിലൊരു ചെറിയ ഒരു കമ്മൽ, വളരെ ചെറുതാണ് പക്ഷേ എനിക്ക് വളരെ ക്യൂട്ടാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുട്ടീനെ വിളിച്ചു. അപ്പോൾ അവൾക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു കണ്ട വൈറ്റ് പേൾ വെച്ചിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്തു. അതിന് 150 രൂപയാണ്. അത് കൊള്ളാമെന്ന് തോന്നി. അപ്പോഴാണ് അവിടെ തലയിരുന്ന ഒരു ചീർപ്പ് കണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഈരി നോക്കിയപ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ അതും സെലക്ട് ചെയ്തു. അപ്പോൾ പപ്പയ്ക്ക് മനസ്സിലായി അമ്മയും മോളിനി പോയാൽ ഈ സെക്ഷനിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരില്ല എന്ന്. അപ്പോൾ ആളൊരു ഭാഗത്ത് പോയിട്ട് അവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ. ആ ഇരിക്കുന്ന ഭാഗത്ത് ഒരു പ്രത്യേകത കണ്ട, എല്ലാം ഓല കൊണ്ടാണ്. അതിൻ്റെ റൂഫ് കംപ്ലീറ്റ് ഓല വെച്ചിട്ട് മെടഞ്ഞേക്കാണ്. അതൊരു കൈത്തറിയുടെ സാധനങ്ങളാണ്. നമ്മുടെ എല്ലാം കൈത്തറി, നമ്മൾ ഓണം, വിഷു അതിനൊക്കെ നമ്മൾ ധരിക്കുന്ന പ്രത്യേകം ഡ്രസ്സുകളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് തന്നെയുള്ളൊരു സെക്ഷനാണ്. അതിൻ്റെ ആ ഒരു കെട്ടും മട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കണ്ട ഓല വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു. നമ്മൾ പതിയനെ നമ്മൾ നെസ്റ്റോന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളിത് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് പോയി, അതിനകത്ത് കയറി ഞങ്ങളങ്ങനെ തിരിച്ചു പോയി. കുട്ടിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിനക്ക് നെസ്റ്റോ ഇഷ്ടപ്പെട്ടാ? എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലുലു പോലെ തന്നെ. എന്നാൽ ലുലുവിൻ്റെ അത്രയ്ക്കും തിക്കും തിരക്കൂല. അന്ന് ആവശ്യത്തിന് ആൾക്കാരുണ്ട് താനും. അപ്പോൾ നമുക്കൊരു ദിവസമൊക്കെ ഒന്ന് ഔട്ടിങ്ങിന് പോവാട്ടോ.